അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ നോൽമ്പിനുള്ള പരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതികാണ്ട് അപ്പം അടുക്കളയ്ക്ക് ഇറങ്ങിക്കുക കേട്ടോ. അസർ നിസ്കരിച്ച് കാണ്ടാണ് അടുക്കളയ്ക്ക് ഇറങ്ങുക കേട്ടോ. ചിലവരൊക്കെ രാവിലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് എടുത്തേക്കൂലേ. ഞാൻ അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് വരിക കേട്ടോ. അസർ നിസ്കരിച്ച് കാണ്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൗസാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല ബൗസിലൊക്കെ ഉണ്ടാക്കി കൂട്ടിയിരുന്നു അല്ലേ. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, മനസ്സിന് നല്ല സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ മേത്തേക്ക് വരും നമ്മൾ കരുതിയില്ല. ഈ പ്രാവശ്യം മാനസികമായും ശാരീരികമായും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടി. എന്നാലും നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. പിന്നെ ഇബാദത്തുകളൊക്കെ എടുക്കുന്ന ടൈമാണല്ലേ, നോമ്പൊക്കെ അല്ലേ. അപ്പം നിങ്ങൾ ഒഴിവോടുക്കനെ കണ്ടാൽ മതി കേട്ടോ. എന്തായാലും കാണാൻ ഒരുങ്ങുമ്പോൾ ആ ലൈക്കും തൊട്ട് കാണ്ടും ഷെയർ ചെയ്ത് കാണ്ടും ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങേണ്ടി കേട്ടോ. അപ്പോൾ അതാക്കണ് നമ്മൾ വാട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ വരെ വാട്ടിയിട്ടുണ്ട്. 1 കിലോനൊന്നും വാട്ടിയാൽ ഓടി എത്തൂല കേട്ടോ. 1.5 കിലോ 2 കിലോ വരെ വാട്ടണം. അപ്പോൾ ഒരു 4.5 നായൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പത്തിരിക്ക് എടുത്തത് തന്നെയാണ് കേട്ടോ. അപ്പം ഋതുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ വാട്ടി കുഴച്ച് കണ്ട് വൃത്തിയാക്കി വെച്ചാൽ ഓല് കൂടി തന്നാൽ എളുപ്പമുണ്ടല്ലോ. പിന്നെ നമ്മളെ ഷെയ്മോള് കിട്ടണില്ല കേട്ടോ. ഓള് സ്കൂളിൽ ഇട്ടെന്ന് കണ്ട് കടന്നിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ചൂടല്ലേ. ഓള് സ്കൂളിൽ ഇട്ടെന്ന് കാണ്ടേ മേലെ ഒഴുകിയാണ്ട് അസറൊക്കെ സ്കരിച്ച് കാണ്ട് ഞാനൊന്ന് കിടക്കട്ടെ മഞ്ഞപ്പോൾ വിളിച്ചല്ലി അറിഞ്ഞാണ്ട് ഓൾ അവിടെ കവുന്ന് കിടന്നിക്കണം കേട്ടോ. അപ്പോൾ ഋതു ഇവിടെ ഉണ്ട്. ഋതു എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നസറാൻ കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കൊന്നും ഇങ്ങോട്ട് വരുവേണ്ടി നമുക്ക് ചെറുകടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. ഓൾക്ക് ചെറുകടി എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. പത്തിരി ഒക്കെ തീർപ്പതിയാണ്, എന്നാലും ചെറുകടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഓൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിയൊക്കെ തൊലിച്ച് കാണ്ട് അങ്ങോട്ട് കാട്ടി കൂട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാക്കണ് നമ്മൾ വേഗം ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എല്ലാവരും കണ്ട് ഒന്നാണ് സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരണ്ട് കേട്ടോ. അപ്പോൾ ആധാരം കിട്ടിയതൊക്കെ നിങ്ങൾ അറിഞ്ഞിക്കണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെന്താ എന്തോ ഒരു തണ്ടപ്പേപ്പറോ നികുതി ചീട്ടോ ഒക്കെ റെഡിയാക്കിക്കാണ്ട് എല്ലാം ആക്കിക്കാണ്ട് അവരുടെ അടുത്ത് ആധാരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് എഴുതിക്കണമല്ലോ. എഴുതിച്ചിട്ട് ഒരാഴ്ചയൊക്കെ പിടിച്ചും. അപ്പോൾ അടുത്ത ശനിയാഴ്ചക്കോ വെള്ളിയാഴ്ചക്കൊക്കെ ആവുള്ളൂ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ ആയിരിക്കും റേസർ കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കും. നിങ്ങളൊക്കെ അല്ലേ കൂടെ ഉള്ളത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ. അപ്പോൾ വെള്ളിയാഴ്ചക്കൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തായാലും അതൊക്കെ റെഡി ആവട്ടെ. അപ്പം അന്ന് എക്സാമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ആരെങ്കിലുമൊക്കെ ഇവിടെ നിർത്തിക്കാണ്ട് ഇപ്പം നിർത്താനും ആരും കിട്ടൂല. ഒന്നാമത് നോൽമ്പുമാണ്. പിന്നെ അല്ലാതെ തന്നെ ഒക്കെ വെജായിക്കാരാണ്. ഒന്നാമത് ഉമ്മയാണ്. ഉമ്മാനെ പറ്റൂല നിങ്ങൾക്കറിയില്ല. ഉമ്മാനെ അവിടെ കൊണ്ടാക്കിക്കാണ്. പിന്നെ കാക്കൂൻ്റെ ഉമ്മയാണ്. കാക്കൂൻ്റെ ഉമ്മാക്കും തീരെ വയ്യ, കാലുകൊണ്ടൊന്നും വയ്യ. പിന്നെ ഉപ്പാൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ്ട് മൂത്തച്ഛൻ്റെ കിടപ്പിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കാക്കൂൻ്റെ വലിയ പെങ്ങളാണ് എല്ലാത്തിനും വണ്ടി വരാനുള്ളത്. ആരെങ്കിലുമൊക്കെ അന്ന് കാക്കൂൻ്റെ പെങ്ങളെ ആരെങ്കിലുമൊക്കെ നിർത്തിക്കാണ്ട് അന്ന് റേസറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവണം. എന്തായാലും ഋതുവിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ SLC അല്ലേ. അപ്പോൾ അത് ഒഴിച്ചുവിടാൻ പറ്റാത്തല്ലോ. ഓന് എക്സാമും കാര്യങ്ങൾക്കൊക്കെ പോയാൽ പിന്നെ നമ്മളെ ഷെയ്മോളല്ലത്. ഷെയ്മോൾക്ക് പരീക്ഷ തുടങ്ങുകയാണെങ്കിൽ പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ ശനിയാഴ്ചയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം അന്ന് 2ാം ശനിയൊക്കെ ആയിട്ട് പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റേസറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ട് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഡെയിലി വരാത്തത്. അധികം ആളുകളും വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താ പത്തോ ഡെയിലി ഇടാത്ത വീഡിയോസ്. അപ്പോൾ വീഡിയോസ് ഇടാത്തത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നുറുക്കുകളെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഓടും. പിന്നെ വെയ്യ. പിന്നെ നമ്മൾ ഋതുവിനെ ഏൽപ്പിച്ചാൽ വെയ്യ. SLC അല്ലേ. ഓന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേ ഓനെ തീരെ ഫോണ് തൊടിയിപ്പിക്കലില്ല ഞാൻ കേട്ടോ. അപ്പോൾ അതാക്കണ് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിക്കറിയാണ് വെക്കട്ടെ ലേസം. അതാണ് വെച്ചുകാണ്ട് അതാണ് മൂടി വെച്ചാൽ പിന്നെ നമുക്ക് പത്തിരിമക്ക് നോക്കാമല്ലോ. അപ്പോൾ കോഴിക്കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ചായച്ചുകാണ്ട് അതിക്ക് ഇടട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. തേങ്ങ എന്തേലൊക്കെ അരച്ചുകാണ്ട് പാരാന്ന് കരുതി. അന്ന് നമ്മളെ താത്ത വന്നു പറഞ്ഞില്ലേ, കോഴിക്കോട് നിന്ന് ഒരു സബ്സ്ക്രൈബ് താത്ത. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഇന്നാളും വന്നിരുന്നു. 2ാമത്തെ തവണയാണ് താത്തയും മക്കളൊക്കെ വരുന്നത്. അന്ന് കല്യാണമൊക്കെ ഉണ്ടായിനി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മരുവളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വന്നുകാണ്ട് പോയി എന്ന് പറഞ്ഞില്ലേ. ഞാൻ അന്ന് ലേസം തേങ്ങയൊക്കെ കൊടുന്നു തന്നിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോസിൽ അങ്ങനെ വല്ലാതെ ഞാൻ പെടുത്തിയിട്ടില്ല. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ നമ്മൾ മറന്നു പോയി കേട്ടോ.
അപ്പം ലേസം തേങ്ങയൊക്കെ ഉണ്ട്. ഇനി തേങ്ങയൊക്കെ ചിരണ്ടിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് ചാറുണ്ടാക്കി ബൗസാക്കിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയും അതേപോലെ വറുത്തരച്ച കോഴിക്കറിയും പറയണ വല്ലാത്തൊരു രസം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അതിനൊന്നും ഒരു മൂടില്ല ഒന്നിനും. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ആയിക്കാണ്ടൊക്കെ എടുത്തിരുന്നു, നല്ല രസമായിരുന്നു കാണാനൊക്കെ അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം ഒന്നിനും ഒഴിവില്ല. പിന്നെ കാക്കും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിക്കാണ്ട് ഇങ്ങനെ പരക്കം പോയ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോയി കേട്ടോ. അപ്പോൾ അതാക്കണ കോഴിക്കറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്പൂൺ അവിടെ ഇട്ടുകാണ്ട് അങ്ങോട്ട് മൂടി വെക്കട്ടെ കേട്ടോ. കുക്കറൊക്കെ പൊട്ടി ഒലിച്ചിട്ടുണ്ട്, ആകെ ഒലിച്ചിട്ടുണ്ട് മക്കളെ, 2 കുക്കറും ഒലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂൺ വെച്ചാൽ റെഡിയാവും നിങ്ങളൊക്കെ അങ്ങനെ പറയാലോ. അപ്പം ഞാനൊരു സ്പൂൺ വെച്ചിരുന്നു, അതോടുകൂടി ആ ഒരു മഞ്ഞപ്പുള്ളിയൊന്നും വരാതായിട്ടോ. മറ്റേ ചുമര് നിറച്ചും മഞ്ഞപ്പുള്ളി കുപ്പായായിരിക്കും, അതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ബൗസിലായിട്ടുണ്ട്. അപ്പോൾ വേണ്ടപോലൊക്കെ അങ്ങനെയും കട്ടിക്കൊണ്ടിട്ടോ, സ്പൂണോ കയ്യിലെത്തേലൊക്കെ ഇട്ടോണ്ടി. കാക്കു കണ്ട് ചിരിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ആരാ എനിക്കിതൊക്കെ പറഞ്ഞു തരുന്നത്? ഓരോ യൂട്യൂബിൽ കാണുന്നതായിരിക്കും, അല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർ പറഞ്ഞു തരുന്നതാണ് പറഞ്ഞു ഞാൻ. അപ്പോൾ അതാക്കണ് നമ്മൾ കുഴച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം ഏറി ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പൊടിക്ക് പല സ്വഭാവങ്ങളും ഉണ്ടാവില്ലേ, വെള്ളം ഏറാൻ പാടുണ്ടാവില്ല. ചില പൊടി നല്ലോണം വെള്ളം കുടിച്ചും, ചില പൊടി തീരെ വെള്ളം കുടിച്ചില്ല. ഈ പൊടിക്ക് ലേസം വെള്ളം മതിയെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നനവ് ഏറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് കാട്ടിയെന്നോ, വേഗം നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഒന്നാമത് കൈകൊണ്ട് അമർത്താൻ വയ്യ പ്രസ്സുമ്മൽ കേട്ടോ, ആ ഒരു ബുദ്ധിമുട്ട് വേറെയുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ രാവിലെ പോയപ്പോൾ കാക്കുനോട് പറഞ്ഞിരുന്നു കേട്ടോ, ആ പ്രസ്സുമ്മൽ ആ പത്തിരി ചപ്പാത്തിയൊക്കെ പാടെ പരത്തി ഉണ്ടാക്കി എനിക്ക് ഇന്ന് ആസ്പത്രിക്ക് പോകാനേ ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് കയ്യൊന്നും പൊന്തിക്കാൻ വയ്യ കേട്ടോ. പനിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പാലുടി നിർത്തിയാൽ ചിലവൽക്കൊക്കെ ഉണ്ടാവും അങ്ങനെ പനിയൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായാലുണ്ട് കേട്ടോ, കൈയൊന്നും പൊന്തിക്കാൻ വയ്യ, തീരെ വയ്യ. അപ്പം ഞാൻ എന്ത് കാട്ടിയെന്നോ, വേഗം നൂൽപ്പൊട്ടുമൊക്കെ തിരിഞ്ഞു. ഏതായാലും തുള്ളി വെള്ളം എറിയിക്കണം. ഇനിയിപ്പോൾ പത്തിരി കുത്തിരി പറഞ്ഞ് കാത്തു തുറന്നു കഴിഞ്ഞാൽ ആ പ്രസ്സുമ്മ അമർത്തിയാൽ ശരിയാവില്ല. ഇനി അതൊക്കെ പാടെ പരത്തുമ്പോൾ ഇനി കാക്കു വന്നാൽ ചീത്താരും കരുതിയാണ്ടേ ഞാൻ എന്ത് കാട്ടി, വേഗം നൂൽപുട്ടാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് നൂൽപുട്ടും പിജാൻ വെച്ച കേട്ടോ, 2 കൈ കൊണ്ടും പൊന്തിക്കാൻ വയ്യ, 2 കൈ എന്നാലും ഇല്ല പോലെ അങ്ങോട്ട് കാട്ടി. കുറേ 2-3 വട്ടം പിഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് കാട്ടിയെന്നോ, റിതുവിനോട് പറഞ്ഞു, മണ്ടി വന്ന റിതു അല്ലെങ്കിൽ തിന്നാൻ കിട്ടലുണ്ടാവില്ല പറഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ക്ഷീണമാണ്, ഒന്നാമത് ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ഓൾക്കൊക്കെ മടിയാണ് കേട്ടോ വരാൻ. കുറേ വിളിച്ചു നോക്കും ഞാൻ. പിന്നെ റിതുവിന് പിന്നെ ഭയങ്കര സങ്കടമാണ്. ഷെയ്മോൾ പിന്നെ ആ വന്ന പാടെ അവിടെ കവുന്ന് കടന്നു എന്നല്ലാതെ പിന്നെ ഒന്നിനും വന്നിട്ടില്ല. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നാൽ പിന്നെ അവിടെ കടന്നോട്ടേക്കും ഞാൻ. കുട്ടികളല്ലേ, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓലെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഒന്നാമത് ഞാനൊക്കെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലോ, ഓളെ തന്നെയാണ് ആ കുട്ടികളെ നോക്കലും അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് ഞാൻ വിളിപ്പിച്ചലില്ല, ആട് കടന്നുറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടയൊക്കെയാണ്. അപ്പോൾ ഇതാക്കണം കേട്ടോ, നൂൽപുട്ട് ഒരു നുള്ളി തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇച്ച് ഭയങ്കര തീർപ്പതി കേട്ടോ നൂൽപുട്ടിൽ തേങ്ങ ഇട്ടുകാണ്ട്. അതിക്ക് കറിയൊന്നും വേണ്ട, ഇച്ച് അങ്ങനെ തിന്നണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ താത്ത അന്ന് കുറച്ച് തേങ്ങയൊക്കെ കൊടുന്നുകൊണ്ടേ അതൊരു ഭയങ്കര രസം കേട്ടോ അങ്ങനെ തിന്നപ്പം. പിന്നെ കുറച്ച് ഞാൻ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കി. നമ്മൾ റിതുവിന് തേങ്ങ ഇട്ടാൽ പറ്റൂല കറി ഉണ്ടാകുമ്പോൾ. കോഴിക്കറിയൊക്കെ പോരുമ്പോൾ തേങ്ങ ഇടണ്ട മാറി, കോഴിക്കറിയൊന്നും ഇല്ലാത്തപ്പോൾ തേങ്ങ ഇട്ടുകാണ്ട് കട്ടൻ ചായയും കൂട്ടിക്കാണ്ട് അങ്ങനെ തിന്നുമ്പോൾ നല്ല രസമാണല്ലേ. അപ്പോൾ കയ്യ് പൊള്ളിയിട്ടോയ്ക്കാണ് ഇട്ട് ഞാൻ. ഒന്നാമത് അതിൻ്റെ പിടിച്ചണ സാധനങ്ങളൊക്കെ കേട് നിൽക്കണം. ബാക്കി തേങ്ങ കുറച്ചും കൂടി ഞാൻ ചേരണ്ടിട്ട്, എന്നിട്ട് നമുക്ക് ആ തേങ്ങ നമുക്ക് കറിക്ക് അങ്ങോട്ട് അരച്ച് പാരട്ടോ. അപ്പോൾ തന്നെ നമ്മൾ റിതു വന്നിട്ടുണ്ട്. റിതുവിനോട് ഞാൻ പറയാം, ഇത് തേങ്ങ വരണ്ടി കൊണ്ടടാ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാവില്ല കുത്തിരി ഉണ്ടാവില്ല കാരണം പോകാൻ തേങ്ങ വരണ്ടി തരാണ് കേട്ടോ. പിന്നെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയായിരുന്നു. ഒന്നാമത് എനിക്ക് ഭയങ്കര പേടി. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ കാരണം ഭയങ്കര ടെൻഷനാട്ടോ. ഒരു കുട്ടി ഇപ്പം മരിച്ചൊക്കെ ചെയ്തില്ല, എല്ലാവരും കൂടി കണ്ട് തച്ചൊന്നൊക്കെ ചെയ്തു. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറാട്ടോ. നമ്മൾ വീഡിയോ അങ്ങനെ കാണുന്നല്ലാതെ നമുക്ക് നമ്മളെ മക്കളൊക്കെ അല്ലേ പേടി തന്നെയാണ്. അപ്പോൾ റിതുവിനോട് ഞാനിങ്ങനെ പറയുക ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയമ്മ, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ടെൻഷനാണ്. എനിക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് അത്രയൊക്കെ ആക്കി തീർക്കണ്ടല്ലേ. 10-15 വയസ്സാവോളം നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കണ്ട് ആണായാലും പെണ്ണായാലും നോക്കി ഉണ്ടാക്കണേല്ലേ. അപ്പോൾ എന്തൊരു ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും തച്ച് കണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിയിടുമ്പോൾ ഇതേപോലെ നമ്മളൊക്കെ അമ്മമാരാണല്ലേ. മക്കളാലോചിച്ചുമ്പോൾ പേടി. അതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് ഒരിക്കലും പോകുമ്പോഴത്തേന് ഞാനിങ്ങനെ പറയട്ടോ. അപ്പോൾ ഇത് നിങ്ങളെന്താ അമ്മ അങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഒന്നാമത് നിങ്ങൾക്ക് എല്ലാം കൂടി ആയിട്ടാണ്, നിങ്ങൾ അതൊന്നും ഇപ്പം അങ്ങനത്തെ ഒന്നും നിങ്ങൾ കാണണ്ട പറയും. എന്നാലും വാർത്ത അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആകെ ന്യൂസ് ചാനലിലും ഒക്കെ നിറഞ്ഞിങ്ങോട്ട് നിൽക്കും പൊങ്കാലിട്ട പോലെ. നമുക്കൊന്ന് വീഡിയോ തുറക്കാനോ യൂട്യൂബ് തുറക്കാനോ ഒന്നിനും കഴിയൂല. കോലത്തിൽ ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കും ആ കുട്ടീൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അതിനോട് കാണുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഇടങ്ങാറാകുക. നമ്മളെ റിതുവിൻ്റെയൊക്കെ ഒരു ചേലിങ്ങനെ തോന്നുക.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിസ്കരിച്ചിരുന്നപ്പോഴും ഞാനിങ്ങനെ ഓനിങ്ങനെ നോക്കിയിട്ടോ എനിക്കിങ്ങനെ ഭയങ്കര സങ്കടം. അപ്പോൾ ഓനിങ്ങനെ പറയാം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ നിന്ന് അതൊന്നും മാറിയിട്ടില്ല, നിങ്ങളതൊക്കെ ഉണ്ടാക്കിയും അതൊക്കെ ശരിയാവും പറയും, നിങ്ങൾ അതേ കാര്യങ്ങളൊന്നും ആലോചിച്ച് ബേജാറാണ്ട്, അല്ലാതെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് തലയിൽ, നിങ്ങൾ ദുആ ചെയ്താൽ മതി ഉമ്മ എന്നിങ്ങനെ ഓൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാട്ടല്ലേ ഒക്കെപ്പാടെ കൂടി തച്ചു വന്നത് ചങ്ങായിമാരൊക്കെ ഉണ്ടായ കേടാണ് അറിയോ. സ്കൂൾക്കാരും മദ്രസാരും പേടിയാണ് മനുഷ്യന്. പിന്നെ ഇത് മദ്രസ പണ്ട് പേടിയാവുന്നു മനുഷ്യനെ അറിയാം. അങ്ങനെ തച്ചല്ലാനൊന്നും പാടില്ല മക്കളെ. ആ പെരിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? തച്ചു വന്നാലെയാണ് അതിന് വീഡിയോയില് പറയണാക്കണത് ഇത് കൂടെ തിരിച്ച് നൂൽപുട്ട് തിരിച്ചത് ചെയ്ത് അത്താത്ത നൂൽപുട്ട് നോൽപ് തലയിൽ അറിയണം. നൂൽപുട്ടത്ത് അങ്ങനെ നോക്കേ ആ വോയിസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കുട്ടി, എന്താ കൊണ്ണിന് തച്ചതാണ്, ഞാൻ കൊല്ലണം കെട്ടി കോട്ടിയതാണ്. ഒരു സൈഡ് കൂടെ മാത്രം പോയിട്ട് അങ്ങനെ കാട്ടച്ചെന്ന് ആലോചിക്കണ കുട്ടീന്റെ പെരീത്ത അവസ്ഥ. പോരാത്ത കൊന്ന കുട്ടികൾക്കും എത്ര ആയാലും ഉമ്മയും ബാപ്പി ഉണ്ടാവും. ഐറ്റങ്ങളെ പെരിയിലെ അവസ്ഥ ആ തള്ളാരെ കണ്ണീര് തോന്നുന്നുണ്ടാവില്ല. മക്കള് കാട്ടിക്കൂട്ടിന് തള്ളാരും എഴുന്നൂറ് കൂട്ടുകെട്ടൊന്നും വേണ്ട. പേടിയാണ് ഇപ്പത്തെ കാലത്ത്. ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഇഞ്ചമ്മ പറയും ഓലക്കോട് തച്ച് വളർത്തണം. ഒന്നാണെങ്കിൽ ഓലക്കോട് തച്ച് വളർത്തണം പറയും. നേരെ തന്നെയാണേ. ഞാൻ ആലോചിക്കുമ്പോ ഞാൻ ഇന്നലെ ഒന്ന് ഉറങ്ങി. അല്ലാതെ തന്നെ ടെൻഷനാണ്. എന്നുവെച്ചാ ഉറക്കം തന്നെയില്ല കണ്ടിട്ട്. നല്ലൊരു ചെക്കൻ എൻ്റെ ഒക്കെ ഒരു ചേരില് കൊല്ലാണ് കരുതി കാട്ടിയതാ. ആടിണ്ടാണ് ദേഷ്യം പറഞ്ഞാൽ നിങ്ങൾ കാട്ടിയ ജീവൻ പോകും. നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ടൈമാണ്. നിങ്ങളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കണ ആരും. ഒരു കുത്തൊക്കെ കണ്ണിന് കൊറേ നേരം കുത്തിയിരിക്കണം. കുത്തുമ്പോ ഇവിടെ നമ്മളെ തലച്ചോറൊക്കെ ഇളകിയിട്ട് ചോറൊക്കെ അറിയുന്നില്ല. അറിയാം ഞാൻ നല്ല ഓരോടിച്ചിങ്ങനെ സത്യം. ഞാൻ കൊന്ന കുട്ടികളെ പെരയിലെ അവസ്ഥ ഐറ്റങ്ങൾ കളിപ്പിച്ചു കുട്ടിയാണെങ്കിലും കളിപ്പിച്ചു കുട്ടി അല്ലെങ്കിലും ഐറ്റങ്ങളും ഉണ്ടാവും. ഉമ്മയും ബാപ്പി ഐറ്റങ്ങൾ എത്താം. കണ്ണീര് തോരുന്നുണ്ടാവും. എന്തോ ഒരു ബോക്സിൽ പല്ലാരും കുത്തർന്ന് നോമ്പ് അറക്കണം പെരയാരപ്പോ അതൊക്കെ അതങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്റെ നൂൽപുട്ട് പത്തിരിക്ക് കുഴച്ചപ്പോ തല മിന്നി പുകാൻ പോയി. അതില് പിന്നെ ഞാന് നൂൽപുട്ടാക്കി. അതിലാ പിന്നെ എന്നെ കുളിച്ച് അർത്തച്ച് വെച്ചാടാ വണ്ടി വന്നോ അത് ശരിയാക്കി പോവാറുണ്ട്. ഒച്ചയും കൂടി ബോധം കെട്ട് കണ്ടു നോക്കുമ്പോ ബോധം കെട്ട്. ഞങ്ങൾക്ക് കട്ലൈറ്റും ആണല്ലോ. അതെത്താ ഇതൊരു സൈഡ് അല്ലച്ച് കൊടുക്കാ പോണേ. മെല്ലെ ഒഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആദ്യം ആലോചിച്ചേണ്ട എത്താന്നോ അവനാന്റെ അമ്മമാരെ മുഖം ബാപ്പാരെ മുഖം പെങ്ങന്മാരെ മുഖം അങ്ങോട്ട് ആലോചിച്ചാ അതൊന്നും ചെയ്യൂല. ഇതിപ്പോ ആ കുട്ടിക്ക് മാത്രല്ല അതിന്റെ താഴെ കുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും. കൊഞ്ഞ് പറയാല്ല കൊഞ്ഞിട്ടില്ല എത്ത് എന്നിട്ട് ആ ചെറുപ്പം പറയാ വോയിസിൽ അങ്ങനെ പറയടാ. അപ്പൊ എനിക്ക് കള്ളായിട്ട് വേണ്ടേ? ഞാൻ ക്യാമറ ഓഫാക്കാം. ഇതില് പറയണ ചെറുക്ക ഒന്നും കാട്ടൂല, ആരും ഒന്നും ചെയ്യൂല, കൊലക്കുറ്റൊന്നും ഉണ്ടാവൂല. കുട്ടികൾക്ക് നിയമത്തിനും പേടി, നിയമത്തിനെ പേടിയാണ്. ഗൾഫ് നിയമങ്ങളൊക്കെ വരണം. എത്താ പോകാൻ കാട്ടിട്ട് വലിച്ചാനും കൂടി ശേഷിയില്ലാതായി. ഏതായാലും ഞാൻ കാപ്പ് വരട്ടെ. ബാക്കി നൂൽപുട്ട്
അപ്പം ഉണ്ടാക്കാം നമുക്ക്. നാമ പാലൂടി നിർത്തിയിട്ടേ 2 കൈജും പൊന്തിച്ചാൻ വെച്ച ഇത്ര പൊന്തുള്ളൂ. ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് പോയിക്കാണ്ട് കുറച്ചോ കാക്കട്ടെ. നമ്മളെ മക്കളൊക്കെ സോലിഹായ മക്കളാക്കി വളർത്താൻ റബ്ബ് ഭാഗ്യം തരട്ടെ.